അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഒരു വീട് എത്ര മനോഹരമായി പണിതാലും അതിൻ്റെ യഥാർത്ഥ ശക്തി കാണുന്നത് കൊടുങ്കാറ്റും മഴയും വരുമ്പോഴാണ്. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം പ്രതിസന്ധികളിലും പരീക്ഷകളിലും വെളിപ്പെടുന്നു. കർത്താവായ യേശു ഇവിടെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, വചനം കേൾക്കുന്നത് മാത്രം പോരാ. കർത്താവായ യേശു പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുന്നത്. ക്ഷമിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം ക്ഷമിക്കണം. സ്നേഹിക്കണമെന്ന് വചനം പറയുമ്പോൾ സ്നേഹിക്കുക. സത്യം സംസാരിക്കണമെന്ന് വചനം നമ്മോട് സംസാരിക്കുമ്പോൾ സത്യം സംസാരിക്കണം. പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെ വചനം ജീവിതത്തിൽ പ്രകടമാക്കുന്ന ജീവിതം നയിക്കാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. രണ്ടാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പാറയാണ് ഉറപ്പുള്ള അടിസ്ഥാനം. പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ തൻ്റെ വീടിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പുള്ള അടിസ്ഥാനം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഈ ലോകം മാറാം, സമ്പത്ത് മാറാം, ബന്ധങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം. എന്നാൽ ക്രിസ്തുവിൽ സ്ഥാപിച്ച ജീവിതത്തിന് ഉറപ്പുള്ള അടിസ്ഥാനമുണ്ട്. അത് ഏത് സാഹചര്യത്തിലും നിലനിൽക്കുന്നു. മൂന്നാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കൊടുങ്കാറ്റും മഴയും എന്ന ശോധനകൾ വരും. 25-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. പാറമേൽ പണിത വീടിനും മഴയും കാറ്റും ഉണ്ടായി. ക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല എന്നല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. പ്രശ്നങ്ങളും പരീക്ഷകളും വരാം. എന്നാൽ അടിസ്ഥാനം ശരിയായിരിക്കുമ്പോൾ നാം തകർന്നു പോകുകയില്ല. കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്ന ജീവിതത്തിന് കൊടുങ്കാറ്റിനിടയിലും പ്രത്യാശയുണ്ട്. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അനുസരണമാണ് യഥാർത്ഥ ജ്ഞാനം. കർത്താവായ യേശു ബുദ്ധിയുള്ള മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് അവൻ കേട്ടതുകൊണ്ട് മാത്രമല്ല, കേട്ടത് ചെയ്തതുകൊണ്ടാണ്. നാം ധാരാളം വചനങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ നാം കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവവചനത്തോട് അനുസരണം കാണിക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ശക്തമാക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ വീണ്ടും സമർപ്പിക്കാം. ദൈവവചനം കേൾക്കാം, അതിൽ വിശ്വസിക്കാം, വചനമനുസരിച്ച് ജീവിക്കാം. അപ്പോൾ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നാലും ക്രിസ്തുവിൽ പ്രത്യാശയോടെ നമ്മുടെ വിശ്വാസം നിലനിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു.
ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷകളും കൊടുങ്കാറ്റുകളും വരുമ്പോൾ ഭയപ്പെടാതെ കർത്താവെ, അങ്ങിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും അങ്ങയുടെ വചനത്തിന് അനുസൃതമാക്കണമേ. ഓരോ ദിവസവും കർത്താവെ, അങ്ങയോട് ചേർന്ന് വസിക്കുവാൻ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.